തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പതിവ് പോലെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോടൊപ്പമുള്ളത് വിൻസേഷൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, സ്വാഗതം. കൂടാതെ മറ്റൊരു വ്യക്തിത്വം കൂടി നമ്മളോടൊപ്പമുണ്ട്. എളമക്കര തെരേസ സ്പിൻലിക് പബ്ലിക് സ്കൂളിലെ സ്റ്റുഡൻറ് മെൻറ്ററായിട്ടുള്ള ടിൻഡു സോണി മാമാണ്. മാമിനെ ഏറെ സ്നേഹത്തോടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുക്കുന്ന രണ്ടുപേരെയും ഒരിക്കൽ കൂടി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ഒരു പുതിയ വിഷയത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. സിസ്റ്റർ, ചില വലിയ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിവുള്ളവരായിരിക്കും. എന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ചില ചെറിയ കാര്യങ്ങളെ അവർക്ക് തരണം ചെയ്യാൻ സാധിക്കുന്നില്ല. അവർ വല്ലാത്തൊരു മാനസിക സമ്മർദ്ദത്തിലേക്ക് എത്തിച്ചേരുന്നു. ഇതിനുള്ള കാരണം എന്തായിരിക്കാം? ഓക്കെ, ഇതിനെ നമുക്കൊരു അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയാം. കാരണം പൊടുന്നനെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം നമ്മുടെ മാനസിക വൈകാരിക തലങ്ങളെ ഒരു നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്യുന്നു. കാരണം പെട്ടെന്ന് തന്നെ ചിന്തയിലേക്ക് കയറി വരുന്നത് നിഷേധാത്മകമായിട്ടുള്ള ചില ചിന്താഭാവങ്ങളായിരിക്കും. കാരണം എനിക്കെന്തോ സംഭവിക്കാൻ പോകുന്നു, എനിക്കിനി മുന്നോട്ട് പോകാൻ പറ്റില്ല, ആ ഒരു രീതിയിലുള്ളൊരു നെഗറ്റീവ് സെൻസാണ് തോട്ട് പാറ്റേണിൽ ഉണ്ടാവുന്നത്. ഈ തോട്ട് പാറ്റേൺ, അതായത് ഈ ഒരു ചിന്താരീതി നമ്മുടെ ഇമോഷനെ, നമ്മുടെ വൈകാരിക തലത്തെ, നമ്മുടെ ഫീലിംഗ് ലെവലിനെ ബാധിക്കുന്നു. ഈ വൈകാരിക തലത്തെ ബാധിച്ചിരിക്കുന്ന ഈ പ്രശ്നം നമ്മുടെ ബിഹേവിയറിലേക്ക്, അതായത് നമ്മുടെ പെരുമാറ്റത്തിലേക്ക്, നമ്മുടെ ആക്ടിവിറ്റികളിലേക്ക് കടക്കുന്നു. ഇതിനെയാണ് നമ്മൾ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ അല്ലെങ്കിൽ അക്യൂട്ട് സ്ട്രെസ് ഡിസോർഡർ എന്നൊക്കെ പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ശരിയാണ്, ചിലരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, ജീവിതത്തിലെ പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ പൊടുന്നനെ ഉണ്ടായ ഒരു കാര്യം അത് അയാളെ സാരമായിട്ട് ബാധിക്കും. ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എനിക്കൊരു കേസ് ഓർമ്മ വരുവാണ്. റീസെൻ്റ്ലി തന്നെ നമ്മുടെ ഇടുക്കിയിൽ ഞാൻ സംസാരിക്കേണ്ടി വന്ന ഒരു കേസാണ്. ഒരു ITI പ്രൊഫഷണലാണ്. ഏകദേശം ഒരു 23-24 വയസ്സ് പ്രായമുള്ള ഒരു ഫീമെയിൽ പെൺകുട്ടിയാണ്. പുള്ളിക്കാരി തന്നെയാണ് വന്നിരിക്കുന്നത്. പെട്ടെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വരുന്നു. എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു, ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റുന്നില്ല. ഒരു 2-3 ദിവസമേ ആയിട്ടുള്ളൂ ഇതേപോലത്തെ ഒരു അനുഭവം. ജോലി ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് വർക്ക് ഫ്രം ഹോം പോലും ചെയ്യാൻ പറ്റുന്നില്ല. ഓഫീസിൽ ചെല്ലാനായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഓഫീസിൽ പോകാൻ പേടിയാണ്, അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ മേലധികാരികൾ പറഞ്ഞു ഓക്കെ, ബാക്കി വർക്ക് തീർത്ത് കൊടുക്കുക, കാരണം ഒരു പ്രോജക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് അതിന് പോലും പറ്റുന്നില്ല. ഒന്നും ചെയ്യാൻ പറ്റാത്ത, നമ്മൾ പറയുന്ന ഒരു ഫ്രീസായി നമ്പായി പോയി നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ വരാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ് പറഞ്ഞത്, നീ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴത്തേക്ക് ഇവൻ ഒരു മരണഭയം പോലും വരുന്നു. മരിച്ചു കളഞ്ഞാലോ, നമ്മൾ പറയുന്ന ഒരു ആത്മഹത്യാ ചിന്തകൾ പോലും കടന്നു വരുന്നു. സ്റ്റേജിലേക്ക് അത് വന്നു ആ ഒരു സമയത്താണ് വരുന്നത്. പക്ഷെ ഇതൊക്കെ ഡെവലപ്പ് ചെയ്തൊക്കെ 2-3 ദിവസം കൊണ്ടാണ്. അപ്പം നമുക്ക് അത്ഭുതം തോന്നും. അപ്പം നമ്മൾ ചോദിച്ചു കാര്യങ്ങൾ, ഈ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലായി ഇതൊരു അക്യൂട്ട് സ്ട്രെസ്സിന്റെ റിയാക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഈ സ്ട്രെസ്സിന്റെ കാരണം എന്താണ്? അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്കാണ് മനസ്സിലായത്, നമുക്കറിയാം IT പ്രൊഫഷണൽസിന് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. അവരുടെ വർക്ക് പാറ്റേൺ തന്നെ അതേപോലെയാണ്. അപ്പോൾ ഒരു പുതിയ പ്രോജക്റ്റിലേക്കാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതുമായിട്ട് പുള്ളി പൊരുത്തപ്പെട്ടിട്ടില്ല. അതുപോലെ പുതിയ കൊളീഗ്സാണ്, അവരുമായിട്ടും അത്ര അടുത്തിട്ടില്ല. അപ്പോൾ ഒരു ഇൻ്ററാക്ഷൻ ലെവലിലും തന്നെ മറ്റുള്ളവരുമായിട്ട് അത്ര ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു വേയിലേക്ക് വന്നിട്ടില്ല. ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന ഒരു സമയത്താണ് അറിയുന്നത് ഇയാളുടെ സഹോദരി, കക്ഷിയുടെ ഈ ആളുടെ സഹോദരി ആളുമായിട്ട് രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. അതും വീട്ടുകാരറിഞ്ഞിട്ടില്ല. ഡയറക്റ്റായിട്ട് അവരുടെ ഒരു കൂട്ടുകാർ അല്ലെങ്കിൽ അവരുടെ ഒരു ഫ്രണ്ട് ഈ കക്ഷിയോടാണ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത് അവരുടെ വീട്ടിൽ കുറച്ച് മുൻപ് തന്നെ ഈ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞിരുന്നപ്പോഴത്തേക്കും അത് നടക്കില്ല എന്ന് പറഞ്ഞു വെച്ചിരുന്നതാണ്. അപ്പോൾ ആ നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തന്നെ മാതാപിതാക്കൾ പറഞ്ഞു,
നിനക്കതുപോലെ ഒരു വിവാഹം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആരും ജീവിച്ചിരിക്കില്ല. അപ്പം ഈ ഒരു കാര്യം മനസ്സിൽ കിടക്കുന്നുണ്ട്. വീട്ടിൽ ഇതിനെ അറിയിക്കണം. പിന്നെ അതിനേക്കാൾ ഉപരിയായിട്ട് അത്ര സെറ്റിൽഡ് അല്ലാത്തൊരു മാരേജാണ് അത് പോയിരിക്കുന്നത് എന്നുള്ളതും കക്ഷിക്കറിയാം. അപ്പോൾ ഇത് പെട്ടെന്ന് കേൾക്കുകയും എന്നോട് പറഞ്ഞ സിസ്റ്റർ ഒരു ആന്തല് പോലെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, പിന്നീട് എടുത്ത ശ്വാസം പുറത്തേക്ക് വിടാനായിട്ട് സാധിക്കാത്തൊരു അവസ്ഥയാണ്. എൻ്റെ മേല് മൊത്തം തളർന്നു പോകുന്ന ഒരു അവസ്ഥ. എനിക്ക് അവിടെ ഞാൻ ഇരുന്ന് പോവുക ചെയ്തത്. പിന്നെ എനിക്ക് എഴുന്നേക്കാൻ പോലും ശക്തിയില്ല. എനിക്ക് വെള്ളം എടുത്ത് കുടിക്കണം എന്നുണ്ട്, പക്ഷേ വെള്ളം എടുക്കാൻ പോകാനുള്ള ശക്തിയില്ല. വെള്ളം എടുത്താൽ ഞാൻ കുടിക്കില്ല എന്ന് എനിക്കറിയാം. ഒന്നും ചിന്തിക്കാൻ പറ്റുന്നില്ല. വലിയൊരു മേഘം വന്ന്, കാർമേഘം വന്ന് എൻ്റെ മുൻപിൽ നിൽക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ. അപ്പോൾ ഏകദേശം ഇതുപോലെയുള്ളൊരു രീതി ആയിരിക്കും ഈ ഒരു അക്യൂട്ട് സ്ട്രെസ്സിൻ്റെ റിയാക്ഷനിൽ വരുന്നത്. കാരണം ഫിസിയോളജിക്കൽ കണ്ടീഷനിൽ മാറ്റങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിന്തയിലും ഇനി ഞാൻ എന്താ ചെയ്യണ്ടേ, ഇതെങ്ങനെ ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടത്, ഇതാണ് ഇതിൻ്റെ ഒരു ക്ലിനിക്കൽ വെർഷൻ എന്ന് പറഞ്ഞു. ഈ ഒരു അവസ്ഥ 2-3 ദിവസം കൊണ്ട് മാറോ, അതോ അതിങ്ങനെ കൃത്യമായ ചികിത്സ കിട്ടിയില്ലെങ്കിൽ കാലങ്ങളോളമായി പോകും? തീർച്ചയായിട്ടും ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഈ ഒരു സ്ട്രെസ് കണ്ടീഷൻ നമുക്ക് ഈ ഒരു റിയാക്ഷൻ ഗ്രാജുവലി മാറും. ദിവസങ്ങൾക്കുള്ളിൽ അതിന് ഒരു ഡിക്ലൈൻ സംഭവിക്കും. പക്ഷേ ഇതിൽ ഉള്ള ഒരു സ്ട്രെസ് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു സമൃദ്ധ പാറ്റേൺ ഉണ്ടല്ലോ. അത് മാത്രമല്ല, കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ വേറെ അടുത്തൊരു സ്ട്രെസ്സർ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു പ്രശ്നമാകും. അതൊരു അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ ആകാം. നമ്മൾ ഇതിന് മുൻപുള്ള എപ്പിസോഡുകളിൽ ഡിസ്കസ് ചെയ്ത പോലത്തെ ഡിസോസിയേറ്റീവ് ഡിസോർഡറിലേക്ക് കടന്നു പോകാൻ ചാൻസ് ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ ഒരു ഡിപ്രഷനിലേക്ക് പോകാം. ഇതുപോലെ ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷനിൽ ചിലത് ഞാൻ കേട്ടിട്ടുണ്ട്, ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് തന്നെ നടത്തിയേക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല ശരിക്കും. അതായത് പ്രോപ്പറായിട്ടുള്ള ഇന്റർവെൻഷൻ പോകാത്തത് കൊണ്ടാണ് ചിലപ്പോൾ തോട്ടിലായിരിക്കും നിൽക്കുന്നത്, പക്ഷെ അത് പിന്നീട് ആക്ഷനിലേക്ക് പോകുന്ന രീതിയിൽ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നങ്ങ് ചിന്തിച്ചു പോകുന്ന ഒരവസ്ഥ. കാരണം ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു ഡിസ്കസ് ചെയ്ത ഒരു കേസ്, അതായത് പെട്ടെന്ന് ഒരു ആക്സിഡന്റ്, വാഹനാപകടം ഉണ്ടാവുകയാണ്. അപ്പം ആദ്യമായിട്ടൊക്കെ വണ്ടി പരിശീലിച്ചു വരുന്നതേ ഉള്ളൂ, ഡ്രൈവിംഗ് അത്ര അങ്ങോട്ടേക്ക് നമ്മൾ പറയുന്ന ഹാൻഡി ആയിട്ടില്ല. ആ ഒരു സമയത്താണ് ഒരാൾ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. ഈ ആക്സിഡന്റ് ഉണ്ടാകുന്ന മൊമെന്റിൽ തന്നെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഓടുന്ന ചിന്തിക്കുന്ന അപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാലം കടന്നാണ് ഈ വണ്ടി വന്നിരിക്കുന്നത്, പാലത്തിന്റെ മേളിൽ നിന്ന് എനിക്ക് ചാടണം, അത് മാത്രമേ ചിന്തയുള്ളൂ. ഇയാൾ പാലത്തിന്റെ മേളിൽ നിന്ന് ചാടാനായിട്ട് പോവുകയും ആരോ അടുത്ത് നിന്നവർ പിടിച്ചെടുത്തു, അങ്ങനെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിനെ നമുക്കൊരു സ്ട്രെസ് റിയാക്ഷൻ എന്ന് പറയാം. ഈ ആത്മഹത്യാ പ്രവണതയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട നമുക്ക് ഇപ്പോൾ ആത്മഹത്യാ പ്രവണത ഒരു ഗ്രാജുവലായിട്ട് ഉണ്ടായിരുന്നിട്ട് ഇത് ചെയ്തു എന്നും പറയാൻ പറ്റില്ല. എന്ന് പറയുന്നത് ഒരിക്കലും ഇതിന്റെ മാത്രം സിംറ്റം ആവണമെന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു പ്രശ്നം പെട്ടെന്ന് ഉണ്ടാകുന്നതാണോ, അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും തിക്താനുഭവങ്ങൾ മുന്നുണ്ടായതുമായി കണക്ട് ചെയ്തിട്ടാണോ ഇങ്ങനെ? നമുക്ക് ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷനിൽ ഒത്തിരി കണക്ഷൻസ് വരുന്നില്ല. അവിടെ പേഴ്സണാലിറ്റി ട്രേറ്റ് ഫാക്ടർ ഉണ്ടാകും. അതായത് ഈ സ്ട്രെസ്സിനെ ഹാൻഡിൽ ചെയ്തുള്ള ആ ഒരു നമ്മൾ പറയുന്ന ഒരു രീതി, അയാൾ എങ്ങനെയാണ് ഓരോ സാഹചര്യത്തെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്, അയാൾ എങ്ങനെയാണ് അയാളെ സെൽഫ് കെയർ ചെയ്യുന്നത്, അയാളെ കുറിച്ചുള്ള അവയർനെസ് എന്താണ്, മറ്റുള്ളവരുമായിട്ട് കാര്യങ്ങളിൽ കോപ്പപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്, കോപ്പിംഗ് മെക്കാനിസംസ് എന്താണ്, ഹാബിറ്റ്സ്, ഇതെല്ലാം ഇതുമായിട്ട് ചിലപ്പോൾ കണക്റ്റഡ് ആവുമായിരിക്കും, ബന്ധമുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ്. പിന്നെ ഇതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വൾണറബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കേസിൽ നമ്മൾ നോക്കിക്കേ, ഒരു പ്രോജക്റ്റിൽ നിന്ന് അടുത്ത പ്രോജക്റ്റിലേക്ക് മാറി അവിടെ ചേഞ്ചിനെ എടുക്കാൻ അതായത് നമ്മൾ പറയത്തില്ലേ, പണ്ടേ ദുർബലമായിട്ട് ഇങ്ങനെ നിന്ന് ഇരിക്കുവായിരുന്നു, അപ്പോഴാ ഒരു ഉന്ത് കൂടി കിട്ടുന്നത്. അപ്പം ശരിക്കും ഒരു പൊട്ടിത്തെറിച്ചു. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷനെ കാണാനായിട്ട്. അത് ആർക്കും സംഭവിക്കാം. ഇപ്പോൾ ചിലരൊക്കെ നമ്മൾ പറയത്തില്ലേ, അയാള് അങ്ങനെ ഇരുന്ന് കരയുവോ, അല്ലെങ്കിൽ അയാൾക്ക് അങ്ങനെ ഒരു ഫെയിലിയർ ഉണ്ടാകുമോ, അല്ലെങ്കിൽ അയാൾക്ക് സ്ട്രെസ്സോ. ഈ ഒരു പോയിന്റ് ഭയങ്കരമായിട്ട് ഒത്തിരി പറയേണ്ടത്. കാരണം എല്ലാ മനുഷ്യരും ധാരാളം ചേഞ്ചസിലൂടെയും ധാരാളം സ്ട്രെസ്സസിലൂടെയും കടന്നു പോകുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാവർക്കും ഈ പറഞ്ഞ സെൽഫ് കെയർ ആവശ്യമാണ്, ആരെങ്കിലും ലിസൺ ചെയ്യാൻ ആവശ്യമാണ്, പ്രോപ്പർ കെയർ എല്ലാം ആവശ്യമാണ്. അതിന് ഒരു പൊസിഷനിലിരിക്കുന്ന ഒരാളെന്നൊരു സംഭവം ഇല്ല. എന്നിട്ട് പക്ഷെ ആൾക്കാർ ലേബൽ ചെയ്യുന്നത് ഇന്ന ഇരിക്കുന്ന ആൾക്ക് ഇതൊന്നും സംഭവിച്ചുകൂടാ, അത് സംഭവിക്കുന്നത് അസംഭവ്യമായ കാര്യമാണെന്നുള്ളൊരു സംഭവം. അത് കൂടുതലും ഞങ്ങൾ സൈക്കോളജിസ്റ്റ് ആണ് അതിന് ഏറ്റവും കൂടുതൽ ഇരയായി തീരുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, നമ്മൾ സയന്റിഫിക് ആയിട്ട് പഠിച്ചതിൻ്റെയും നമ്മുടെ പ്രാക്ടിക്കൽ നോളജും
പിന്നെ നമ്മളെ തന്നെ പരുവപ്പെടുത്തി എടുത്തിരിക്കുന്ന ഒരു സ്കില്ലൊക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ആൾക്കാർ ചോദിക്കും പുറന്തോട്ടേക്ക് വാദം പിടിക്കുമെന്ന് ആൾക്കാർ. നമ്മളൊരു കാര്യം, ഇപ്പം നമ്മൾ മനുഷ്യരാണ്, നമ്മൾക്കും വൈകാരികമായിട്ടുള്ള വിക്ഷോഭങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാവാം. അപ്പൊ അത് ഒരാളുടെ ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മളൊന്ന് ഷെയർ ചെയ്യാനായിട്ട് നോക്കുമ്പോഴാണ് സൈക്കോളജിസ്റ്റിനോ അല്ല, അതൊരു നല്ലൊരു, അതായത് ഇത് നമ്മൾ എനിക്കൊന്ന് ചെറുപ്പം മുതലേ ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് ആൾക്കാരുടെ ഈ പ്രത്യേകിച്ച് ഈ പുരുഷന്മാരുടെയൊക്കെ ഗണത്തിൽ അവരുടെ ഒരു പുരുഷത്വം തന്നെ കാണിക്കുന്ന ഇതുപോലൊന്നും തുറന്നു പറയാൻ പാടില്ല, കരയാൻ പാടില്ല, ഒരു മെന്റൽ സപ്പോർട്ട് എടുക്കാൻ പാടില്ല. എടുത്തു കഴിഞ്ഞാൽ ഏതാണ്ട് ആണത്തെ ഒലിച്ചു പോകുന്ന പോലത്തെ ചില കൺസെപ്റ്റുകളൊക്കെ നിലവിലുണ്ട്. എല്ലാവർക്കും, എല്ലാ പൊസിഷനിലിരിക്കുന്ന ആൾക്കാർക്കും അവരുടെ ഒരു നല്ലൊരു ബഡി, അതായത് അവരെ നല്ലൊരു ഗ്രോത്ത് മൈൻഡ് സെറ്റിൽ പോകാൻ സഹായിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ, അത് ചിലപ്പോൾ കുടുംബത്തിലായിരിക്കും, അല്ലെ അതർ ദാൻ ഒരു ഫാമിലി മെമ്പർ ആയിരിക്കും. നമ്മളിപ്പോഴും ഈ ഒരു പ്രൊഫഷണൽ ഒരു ആക്ടിവിറ്റി ക്ലബൊക്കെ നല്ലതാണ്. അതായത് ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ ടീച്ചേഴ്സ് തന്നെ ടീച്ചേഴ്സിന്റെ പ്രശ്നങ്ങളെ കുറിച്ചൊന്ന് പറയുന്നു. ഇപ്പൊ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് എല്ലാ സമയത്തും സോൾവ് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. ഇപ്പൊ നമ്മൾ ഒരാളോട് നമ്മുടെ ഒരു പ്രശ്നം പറയുന്നത് അയാൾ സോൾവ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് മാത്രമാണോ? അല്ല, അതൊരു റിലീസാണ്, ഒരു കഥാർസിസ് എന്ന് പറയുന്ന ഒരു കാര്യം. അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും ഈ ജേർണലിംഗ് പോലത്തെ, ഇപ്പം പണ്ടൊക്കെ നമുക്ക് ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. നമ്മുടെ ഇമോഷൻസ് ഭയങ്കരമായിട്ട് നമ്മളെല്ലാം എഴുതി വെക്കുന്നു. അത് നോട്ട്ബുക്ക് ആയാലും മതി. കുഞ്ഞിലേ തൊട്ടേ ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് പരിശീലിപ്പിച്ചാൽ വലുതാവുമ്പോഴും ഈ പറയുന്ന ചില കാര്യങ്ങൾ നമ്മളെ ഭയങ്കരമായിട്ടും, അതുപോലെ നമ്മൾ നേരത്തെ എപ്പിസോഡുകളിൽ സംസാരിച്ചൊരു കാര്യമാണ് ഈ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് അത് ഭയങ്കര സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നുന്നു. നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന നന്മകൾ ഓർത്ത്, അല്ലെങ്കിൽ പോസിറ്റീവ്സ്, അത് ചെറുതും വലുതും ആയിക്കോട്ടെ, ഒരു 3 നന്മകളെങ്കിലും ഒരു ദിവസം എഴുതുന്ന ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിംഗ് പ്രാക്ടീസ് ചെയ്യുക. ഇതൊക്കെ നമ്മളെ സെൽഫ് കെയർ ചെയ്യുന്നതിനൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ അറിയുന്ന ഒരു പ്രൊഫസർ, പുള്ളി ചെയ്യുന്ന ഒരു കാര്യമാണ് ഇമോഷണൽ ചാർട്ട്. ഇമോഷണൽ ചാർട്ട് ഇപ്പൊ നമുക്ക് ഇമോജീസ് ഉണ്ട് അല്ലെ, ഇപ്പൊ ഇങ്ങനത്തെ ഇമോജീസ് പുള്ളി തന്നെ വരച്ചിങ്ങനെ വച്ചിരിക്കുവാണ്. എന്നിട്ട് ഓരോ ദിവസവും ഈ ഇമോഷനിൽ ഏതൊരു ഇമോഷനാണ്, ഓക്കെ ഈ ഇമോഷനാണ്, അതായത് നമ്മൾ തന്നെ നമ്മളെ പോർട്രേ ചെയ്തിരിക്കുന്ന ഒരു കാര്യം മനസ്സിലാക്കിയെടുക്കുന്നു. ഓക്കെ ഇതാണ്. ഇനി മേ ബി ചിലപ്പോൾ എനിക്ക് ആ ഒരു ടെൻഷൻ വരാം. ആ ഒരു ടെൻഷൻ വരുമ്പോഴത്തേക്ക് ഞാൻ ആ ഒരു സമയത്ത് ചിലപ്പോൾ വേണ്ട ഒരു ഹെൽപ്പ് തേടേണ്ടതായിട്ട് വരും. അല്ല സിസ്റ്ററെ, നമുക്ക് ആങ്കർ വരിക, നമുക്ക് കരച്ചിൽ വരിക, വേദന വരിക, വിഷമം വരിക, ഇത് സാധാരണമായ ഒരു അതൊരു നാണംകെട്ട കാര്യമല്ല. അപ്പൊ അതിനെ ഞാൻ പിന്നെ എങ്ങനെ, അതിന് ചിലപ്പോൾ ഞാൻ ഒരു മണിക്കൂർ ഇത് കരഞ്ഞിരിക്കും. പക്ഷെ അതുമായിട്ട് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഒരാഴ്ചയിലധികം അത് നീണ്ടുപോകാതെ എനിക്ക് പറ്റുന്നുണ്ടെങ്കിൽ, എനിക്ക് തന്നെ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, എനിക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ. ഇനി അത് 2 ആഴ്ചയ്ക്ക് അപ്പുറവും ഞാൻ ഇതുപോലെ പെർസിസ്റ്റന്റ് ആയിട്ട് കാണുമ്പോഴാണ് ഐ നീഡ് ഹെൽപ്പ്. കാരണം നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ഒരു ഇവൺ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷനിൽ പോലും നമ്മുടെ ബോഡ്ലി സിംറ്റംസ് വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഞാൻ ഓർക്കുന്നുണ്ട് ഒരു കേസ് ഡീൽ ചെയ്തത്, പെട്ടെന്നൊരു ആക്സിഡന്റ് കണ്ട ഒരു കുട്ടിയാണ്. കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക് കൊച്ചിന്റെ ഈ ശരീരം മുഴുവൻ ഇങ്ങനെ തടിച്ചു പൊന്താനായിട്ട് തുടങ്ങി, ചൊറിച്ചിൽ തുടങ്ങുന്നു. അപ്പൊ പെട്ടെന്ന് കുഞ്ഞോർത്ത് എന്താ ചെയ്തത്, കാരണം വേറെ ഒന്നും ഒരു കാര്യവും ആ ഒരു സമയത്ത് കഴിച്ചിട്ടില്ല. വേറൊരു സാധനവും, നമ്മുടെ സാധാരണ പറഞ്ഞ ചൊറിഞ്ഞണം വല്ലതൊക്കെ തൊട്ട് കാണുവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചില ചെടികളൊക്കെ തൊട്ടിട്ടാണോ ഇങ്ങനെ വരുന്നത്, അല്ലെങ്കിൽ വല്ല പുഴുവോ വല്ലതൊക്കെ മേത്തുകൂടി പോയി കാണുമോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അല്ല, ഡെർമറ്റോളജിസ്റ്റിന്റെ അടുത്ത് കൊണ്ടു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ബാക്കി ടെസ്റ്റുകൾ, ബ്ലഡ് ടെസ്റ്റുകൾ, കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പവും ഇല്ല. അപ്പൊ അവിടെ ഇരുന്നുകൊണ്ടാണ് ഡെർമറ്റോളജിസ്റ്റ് ആണ് പറയുന്നത് എന്തെങ്കിലും പെട്ടെന്നൊരു സ്ട്രെസ് ഉണ്ടായിട്ടുണ്ടോ. യെസ്, ഇയാള് പെട്ടെന്നൊരു ആക്സിഡന്റ് കണ്ട് വിതിൻ മിനിറ്റുകൾക്കുള്ളിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പൊ നമ്മൾ നോക്കിക്കേ, നമ്മുടെ ഒരു സ്ട്രെസ് നമ്മുടെ ഫിസിയോളജിക്കലി നമ്മുടെ ശരീരത്തൊക്കെ എത്രമാത്രം ഒരു റിയാക്ഷൻ ഉണ്ടാക്കുന്നുണ്ട്. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മുടെ കുഞ്ഞുങ്ങളിൽ നമ്മൾ ചിലപ്പം ചില അധ്യാപകരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നൊരു കാര്യമാണ്, അവന് എപ്പോഴും എക്സാം വരുന്ന അന്ന് അവൻ ഒന്നുകിൽ ആബ്സെൻ്റ് ആവുക, അല്ലെ വന്നു കഴിയുമ്പോൾ അവന് വയറ്റുവേദനയാവുന്നു, തലവേദനയാവുന്നു, ചിലർ ലിറ്ററലി വൊമിറ്റ് ചെയ്യുന്നു, അങ്ങനത്തെ ഉള്ള സിംറ്റംസ്. പക്ഷേ ഇതിനകത്ത് കിടക്കുന്ന ഈ കാർഡിനൽ സാധനം വേറെയാണെന്നുള്ളത് ചിലപ്പോൾ മനസ്സിലാവത്തില്ല. അപ്പം ചിലർ പറയും ഇവൻ അടവാണ്, ഇവൻ വായിക്കകത്ത് കുത്തിക്കയറ്റിയിട്ട് ഇവൻ ഛർദ്ദിക്കുന്നതാണ് എന്നൊക്കെ പറയും. പക്ഷേ ഇതിൻ്റെ ഒരു നമ്മൾ ശരിക്കും ആ കുഞ്ഞുങ്ങളെ അത്തരത്തിൽ ഒരുപക്ഷെ നമ്മൾ അവരെ കളിയാക്കി വിടുമായിരിക്കും, എടാ നീ പരീക്ഷ എഴുതാൻ വേണ്ടി പേടിയായിട്ടുള്ള ഇന്ന് പോകാത്തതെന്നൊക്കെ പറയും. പക്ഷേ ആക്ച്വലി ദ ഹിഡൻ ഫാക്ടർ ഈസ് ദിസ്. ഇതാണ് ഒരു ഫിയർ കൺസെപ്റ്റ് ഉണ്ട്, അതായത് ഒരു പേടിയുണ്ട്. പക്ഷെ ഈ പേടി ഇറാഷണൽ ആണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. കാരണം ഒരു എക്സാം എഴുതാൻ പോകണം, എന്തായാലും പോയേ പറ്റുള്ളൂ. അവിടെ ചെന്ന് ഇപ്പൊ തോറ്റാലും വേണ്ടിയില്ല, ജയിച്ചാലും വേണ്ടിയില്ല, ചെന്ന് എഴുതിയേ പറ്റൂ എന്ന ഒരു കാര്യം കുഞ്ഞിന് മനസ്സിലാകുന്നില്ല.
അതിൽ നിന്ന് കുറച്ച് നേരത്തേക്ക് ഒരു ആശ്വാസം മാത്രമേ ഈ ഒരു സ്ട്രെസ് റിയാക്ഷനിലൂടെ നമുക്ക് ലഭിക്കുന്നുള്ളൂ. ചില കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ചില സബ്ജക്റ്റിനോടാണ് ഈ ഒരു പ്രശ്നമുണ്ട്, ചില സബ്ജക്ട് ടീച്ചേഴ്സിനോട് ഈ പ്രശ്നമുണ്ട്. അപ്പോൾ അത് പതുക്കെ പതുക്കെ ഒരു എക്സ്പോഷർ തെറാപ്പി പോലെ ശരിക്കും ഫാമിലി മെമ്പേഴ്സിനും ടീച്ചേഴ്സിനും ഒക്കെ ചെയ്യാൻ പറ്റും. ചെറുതായി ചെറുതായി പതുക്കെ ഇത് കുഴപ്പമില്ല, മാത്സ് നിനക്ക് ഇതൊക്കെയാണ് കാര്യങ്ങൾ, ടീച്ചർ ഇതാണ്, ടീച്ചറിനും ചിലപ്പോൾ വേണമെങ്കിൽ കുറച്ചുകൂടെ കോൺട്രിബ്യൂട്ട് ചെയ്യാം. അങ്ങനെ മെല്ലെ മെല്ലെ ആ എൻവയൺമെന്റ് അവന് വേണ്ടി തുറന്നു കൊടുത്ത് ശരിക്കും പറഞ്ഞാൽ അവനെ ആ തന്നെ ഈ പറയുന്നതിൽ അവന് മുന്നുണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ടീച്ചറിൽ നിന്നുണ്ടായിട്ടുള്ള ചില മോശമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങൾ എപ്പോഴും പറയുന്നത് ഇങ്ങനത്തെ പേടി, അതായത് ഒരു ഉത്കണ്ഠ എന്ന് പറയുന്നത് നമുക്ക് ലേൺഡ് എക്സ്പീരിയൻസ് ആണ്. അത് നമ്മൾ സൈക്കോളജിക്കൽ നമ്മൾ ചില എക്സ്പെരിമെന്റുകളൊക്കെ അതുപോലെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഫിയർ ഇല്ലാത്തൊരു കാര്യമാണ്, പക്ഷെ നമുക്ക് ഫിയർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മുടെ മുൻപിലിരിക്കുന്ന ഈ ഒരു പൂവ്, ഈ ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അത് ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ് ആണ് അത്. ഇനി ആ കുഞ്ഞ് അതിൻ്റെ അടുത്തേക്ക്, ആ പൂവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു, ആ തൊടാനായിട്ട് ശ്രമിക്കുമ്പോൾ വലിയ ഒരു ഒച്ച നമ്മൾ പുറപ്പെടുവിക്കുന്നു, കൊച്ചു പേടിക്കുന്നു, പിന്നെ അതിനെ അപ്രോച്ച് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ ആ ഒരു വലിയ ഒച്ചയും വരുന്നു, അതിൻ്റെ ഇടയ്ക്ക് തന്നെ എന്തെങ്കിലും പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യം കൂടി വരുന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ പേടിക്കുവാണ് അല്ലേ. അപ്പം പേടിക്കേണ്ടാത്തൊരു കാര്യത്തെ പോലും പേടിപ്പിച്ചെടുക്കാനായിട്ട് ഈ ലേണിങ് സഹായകമാകും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ പ്രത്യേകം പറയുന്നത്, കുഞ്ഞുങ്ങളെ നമ്മൾ വളർത്തിയെടുക്കുമ്പോൾ ഇറാഷണൽ ആയിട്ടുള്ള പേടിക്കേണ്ട സംഭവങ്ങൾ നമ്മൾ പേടിക്കണം. ഇപ്പം തീയ്, ചൂട്, വെള്ളം, അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, ഇതേപോലെയുള്ള കാര്യങ്ങൾ പേടിക്കണം. അല്ലാതെ ഇപ്പം ചില കുട്ടികൾ ഇവൻ മിറ്റത്ത് കിടക്കണ കല്ല് പേടിയുള്ള കുട്ടികളുണ്ട്. ചില കുട്ടികൾ ആ കല്ല് പോലും പേടിയാണ്. അപ്പം ഈ ഒരു ഫിയർ എന്ന് പറയുന്ന ലേൺഡ് കൺസെപ്റ്റ് ആണ്. അപ്പോൾ അതിനെ അൺലേൺ ചെയ്തെങ്കിൽ മാത്രമേ ഇതുപോലെ വരുന്ന അക്യൂട്ട് സ്ട്രെസ് കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും ഇങ്ങനെ ലേൺ ചെയ്യുന്ന ഒരു കാര്യത്തിനെ ഇനി തിരിച്ചു പിടിക്കാനും നമുക്ക് ശരിക്കും പറ്റും അല്ലേ. ആ ഒരു ഇങ്ങനെ ലേൺ ചെയ്തൊരു കാര്യത്തിന് ഇപ്പം നമ്മളുടെ ഒരു ബ്രെയിൻ ഒരു ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്നൊരു കപ്പാസിറ്റി ഉണ്ടെന്ന് നമ്മൾ പറയും. ബ്രെയിൻ ക്യാൻ ഗ്രോ. നമുക്ക് ശരിക്കും നമ്മളുടെ ഓരോ ന്യൂറോൺസിനെയും ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഗ്രോ ചെയ്യാൻ പറ്റും. അപ്പം നല്ല ഹാബിറ്റുകൾ രൂപപ്പെടുത്താൻ വേണ്ടി നമ്മൾക്ക് ഒരു മെക്കാനിസം ഉണ്ട്. അറ്റ് ദ സെയിം ടൈം അതേ വർക്ക് നമ്മൾ തുടരുകയാണെങ്കിൽ ഈ പറഞ്ഞ നെഗറ്റീവും വരും. അപ്പോൾ ഈ ലേൺ ചെയ്ത സാധനത്തിനെ തിരിച്ച് അതല്ല, ഫിയർഫുൾ അല്ല, ഇത് ഫിയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് നമുക്ക് ഇതുപോലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷനിൽ വരുന്നൊരു കാര്യമാണ് ഇൻടോക്സിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വരുന്നുണ്ട്. അതായത് ആ ഒരു സമയത്ത് പോയി ഏതെങ്കിലും രീതിയിലുള്ള ഡ്രഗ്സോ സബ്സ്റ്റൻസോ കഴിക്കും. കാരണം ഞാൻ ഡി അഡിക്ഷൻ സെന്ററിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സമയത്ത് നമ്മൾ അതുപോലത്തെ കേസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പെട്ടെന്നുണ്ടാകുന്നൊരു സ്ട്രെസ്സാണ്, അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, വേഗം ഓടിപ്പോകുന്നത് ബാറിലേക്കോ അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി. കറക്റ്റ് ഒരു പോയിന്റ് ആണ്. അതായത് നമ്മളിപ്പം ഈ പോൺ അഡിക്ഷനെ പോലുള്ള സംഭവങ്ങൾ ചർച്ച ചെയ്യുമ്പം വൺ ഓഫ് ദ കാർഡിനൽ റീസൺ ഈ സ്ട്രെസ് ആണ്. കാരണം ആ ഒരു സ്ട്രെസ് ഈ ഒരു സമയത്തൊരു സ്ട്രെസ് മാറ്റണം. ഇപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട് ഒരു കേസ് ഇതേപോലെ വൈവ, അതൊരു പ്രൊഫഷണൽ സ്റ്റഡി നടത്തുന്ന ഒരാളാണ്. ആ സ്റ്റഡീസിൻ്റെ സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് വൈവയാണ്. വൈവ എന്ന് പറയുന്ന ഒരു കാര്യത്തെ അഭിമുഖീകരിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ടെൻഷൻ. എന്നാൽ ഇതിനു മുൻപുള്ള ഇൻ്റർവ്യൂസ് കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എന്തോ ആ ഒരു സമയത്ത് പുള്ളിക്കത് നിയന്ത്രിക്കാനായിട്ട് പറ്റുന്നില്ല. വേഗം പോയി ഒരു സിന്തറ്റിക് ഡ്രഗ് എടുക്കുന്നു. അതിൻ്റെ റിയാക്ഷൻ ഇതിനേക്കാൾ വലുതല്ലേ. അപ്പോൾ ഇങ്ങനെയും ചില കാര്യങ്ങൾ ഇപ്പം ചിലർ നമ്മൾ ഇതേപോലെയുള്ള സബ്സ്റ്റൻസ് യൂസ് ചെയ്തുകൊണ്ടൊക്കെ വരുമ്പോഴത്തേക്ക് പറയും പെട്ടെന്നുണ്ടായ ഒരു ടെൻഷൻ ഒന്ന് മാറ്റാൻ വേണ്ടി. ആ സ്ട്രെസ്സിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർ എടുത്ത നെഗറ്റീവ് കോപ്പിംഗ് മെക്കാനിസം ആണ് ഈ ഒരു കാര്യം. അപ്പോൾ ഈ തെറാപ്പി പോലത്തെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മൾ അവരെ പോസിറ്റീവ് കോപ്പിംഗ് മെക്കാനിസംസിലേക്ക് നമ്മൾ കൊണ്ടുപോകണം. കാരണം ഈ അക്യൂട്ട് സ്ട്രെസ് വരുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവർ പല സ്ട്രെസ്സിനെയും കൈകാര്യം ചെയ്തിട്ടുണ്ടാവും, പക്ഷെ അവരുടെ തിങ്കിങ് പാറ്റേണിൽ, അവരുടെ ചിന്തയിൽ ഇങ്ങനെയാണ് എല്ലാ സ്ട്രെസ്സിനെയും എനിക്ക് ഏതെങ്കിലും രീതിയിൽ തരണം ചെയ്യാൻ പറ്റും. ഇറാഷണൽ ബിലീഫ്സ് എന്തുകൊണ്ടാണ് മനസ്സിലാവാതെ, അല്ലെങ്കിൽ അതൊരാളോട് ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ടല്ലോ. അത് ഈ പറയുന്ന പോലെ നമ്മുടെ സൊസൈറ്റി അതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓക്കെ, ഇന്ന ആൾക്കാർക്ക് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇതുപോലൊരു റിയാക്ഷൻ ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു സ്ട്രെസ് ഉണ്ടാകാൻ പാടില്ല. ഒരാൾ വിഷമിച്ച് നിൽക്കുന്നു, അങ്ങനെ വിഷമിച്ച് നിൽക്കാൻ പാടില്ല. അതായത് സ്റ്റിഗ്മകള് നീണ്ടു നിൽക്കുമ്പോൾ ഒരാൾ ആ ഒരു കണ്ടീഷനിൽ അതിൽ ഫ്രീസായി പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു സിറ്റുവേഷൻ സ്വാഭാവികമാണ്, സാധാരണമാണ്
എന്നാണ് നമ്മൾ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ നമ്മൾ മനസ്സിലാക്കി കൊടുക്കേണ്ടത്, നമ്മൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഈ ഒരു സ്ട്രെസ് റിയാക്ഷനൊക്കെ ആയിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ആദ്യമേ തന്നെ അവരെ ഹാംഫുള്ളായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറ്റുക. ഇപ്പോൾ ഉറക്കം കിട്ടുന്നില്ല, അയ്യോ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട സിസ്റ്ററെ, അല്ലെങ്കിൽ എനിക്ക് ആ ജോലി സ്ഥലത്തേ പോകാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്നൊരു എക്സ്പോഷർ അവിടെ കൊടുക്കണമെന്നില്ല ഈ സ്ട്രെസ് റിയാക്ഷൻ വരുമ്പോൾ. കാരണം നമുക്ക് ആദ്യമേ തന്നെ അവർക്കൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ് ആവശ്യം. ഓക്കെ, ദേ ഫീൽ ദാറ്റ് ഓക്കെ ഐ എം കംഫർട്ടബിൾ വിത്ത്, അവരെ ഒന്ന് കംഫർട്ട് ആക്കണം നമ്മൾ. ഇപ്പം ചില കുട്ടികളൊക്കെ ഇങ്ങനെ പേടിച്ചരണ്ടൊക്കെ ഓടി വരുമ്പോഴത്തേക്ക് നമ്മൾ എന്നാടാ പേടിച്ചെന്ന് ചോദിച്ചുകൊണ്ട് അവർ പിന്നെയും നമ്മൾ ദേഷ്യപ്പെടാനല്ല പോകേണ്ട, ഒന്ന് ചേർത്ത് നിർത്തി നോക്കിക്കേ. അപ്പം അത് ആ ഒരു കംഫർട്ട് സോണാണ് ഇങ്ങനെ ഒരു കാര്യം വരുമ്പോഴത്തേക്ക് അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷനിൽ വരുമ്പോൾ നമ്മൾ കൊടുക്കേണ്ടത്. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ ഒരു അക്യൂട്ട് സ്ട്രെസ് ചിലപ്പോൾ ഏതെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചവർക്കുണ്ടാകാം. അപ്പം നമ്മളൊരു പ്രൈമറി കൺസേൺ മെഡിക്കൽ ഹെൽപ്പ് ആയിരിക്കാം, മറ്റു ഹെൽപ്പുകളായിരിക്കാം നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു മൈൻഡ് സെറ്റിന്റെ ഷിഫ്റ്റും നമ്മൾ നല്ലൊരു മൈൻഡ് സെറ്റ് ഇപ്പം റീസെന്റ് സ്റ്റഡീസ് ഒക്കെ ഇങ്ങനെ ഈ സ്ട്രെസ് എൻഹാൻസിങ് മൈൻഡ് സെറ്റ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ലെവലിലുള്ള ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. അതായത് ഒരു സ്ട്രെസ്സിനെ അതിൻ്റെ ഒരു ലോങ് ടേം ഒരു ബെനിഫിറ്റ് കണ്ട് അത് എടുക്കാൻ പരിശീലിപ്പിക്കുക. അത് ഇപ്പം പ്രത്യേകിച്ച് നമ്മുടെ ചില നമ്മൾ പറയുന്നത് ഈ ബ്രോയിലർ ചൈൽഡ് സിംറ്റം എന്ന് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ആണ്. എങ്കിൽ പോലും കുട്ടികൾക്ക് സ്ട്രെസ്സിനെയോ അഡ്ജസ്റ്റ്മെന്റിനെയോ ഒന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അതിനുള്ള സാഹചര്യങ്ങൾ അതാ ശരിക്കും ഇപ്പൊ ഈ ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പോലുള്ള കാര്യങ്ങൾ നമ്മൾ പരിശീലിക്കണം. അത് ഇപ്പം നമുക്കും ആ ഒരു ഇതിലായി നമ്മളും. അതായത് ഇപ്പം നമ്മളൊരു മിഠായി ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിക്കാം, അല്ലെങ്കിൽ ഇത്ര നേരം നമ്മൾ വെയിറ്റ് ചെയ്യാം, ഇത്ര സമയം നമ്മൾ പോസ് ചെയ്യാം എന്നുള്ളൊരു അതാണ് ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ. അപ്പം ഇത് പ്രാക്ടീസ് ചെയ്യുന്നതോടുകൂടി ഈ പറഞ്ഞ പോലത്തെ സ്ട്രെസ് എൻഹാൻസിങ് മൈൻഡ് സെറ്റ് ഡെവലപ്പ് ചെയ്യുമെന്നാണ് പറയുന്നത്. കാരണം ഒരു സ്ട്രെസ് വന്നാൽ ഉടനെ തീരാതെ അത് എടുത്തെടുത്ത് ശീലമാണെങ്കിലേ എനിക്ക് മസിൽ പവറിൽ വിൽ പവർ കൂടെ ഉണ്ടാവത്തുള്ളൂ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ് ഫിസിക്കൽ ആക്ടിവിറ്റി, അതുപോലെ തന്നെ നമ്മുടെ എക്സസൈസുകൾ, ഫിസിക്കൽ എക്സസൈസുകൾ, റിലാക്സേഷൻ മെത്തേഡ്സ്. ഇപ്പൊ ബ്രീത്തിങ് എക്സസൈസ് ആയിരിക്കും. ഈ സിമ്പിൾ ബ്രീത്തിങ് എക്സസൈസ് നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മുടെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം ആക്ടിവേറ്റ് ആകുവാണ്. അപ്പോൾ ആ ഒരു സമയത്തിൽ HPA ആക്സിസിന്റെ ഒക്കെ ഒരു കൺട്രോളിങ് കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട്. കാരണം നമ്മുടെ അമിഗ്ഡാലാനെ കൂടുതൽ ആ ഒരു സമയത്ത് അലേർട്ടാക്കി വെക്കുക. കാരണം ഇമോഷണൽ ഏരിയ ആണത്. അതുപോലെ തന്നെ നമ്മുടെ ഹൈപ്പോതലാമസ്, പിറ്റ്യൂട്ടറി ഗ്ലാൻഡുകൾ, അഡ്രിനലിൻ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ സ്ട്രെസ്സിനെ ബാധിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്നൊരു ഷൂട്ടപ്പാണ്. അപ്പോൾ ഈ ഒരു പെട്ടെന്നുണ്ടാകുന്നൊരു ഷൂട്ടപ്പ്, ഇപ്പോൾ പറയുന്ന പോലെ വയറ്റിലൊരു ആന്തൽ വന്നു, അല്ലെങ്കിൽ നെഞ്ച് കത്തിപ്പോകുന്നത് പോലെ തോന്നി, തല പൊട്ടിപ്പോകുന്നത് പോലെ തോന്നി. അപ്പോൾ ഈ ഒരു സമയത്തേക്ക് ഉണ്ടായ ഒരു റിയാക്ഷൻ ആണെന്നൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മളൊരു കാംനെസ്സിലേക്ക് നമ്മളുടെ ഒരു പ്രെയർ കാര്യങ്ങൾ, നമ്മളുടെ ഒരു പ്രാർത്ഥന, ദൈവത്തിലുള്ള ഒരു ആശ്രയത്വം, അങ്ങനത്തെ ഒരു ട്രസ്റ്റും. ഇപ്പം ഒന്നുമില്ലെങ്കിലും ചിലപ്പോൾ നമ്മളെ ചില കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത് ചെറിയ ചില സുഹൃതജപങ്ങൾ നീ ചൊല്ലിക്കൊണ്ട് നടക്കുക, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു, അല്ലെങ്കിൽ ജീസസ് ഐ ലവ് യു എന്നൊക്കെയുള്ള. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളും അവരിലൊരു കോൺഫിഡൻസ് അല്ലെങ്കിൽ ഇത് വർദ്ധിപ്പിക്കും, അവർക്കൊരു ഹാൻഡിൽ ചെയ്യാനുള്ളൊരു ശക്തി കിട്ടും. അതിൽ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളെ നേരിടാനുള്ള ഒരു അവസരങ്ങൾ അവർക്ക് കൊടുക്കുക അവർക്ക് തോന്നുന്നു ഓക്കെ അത് സാരമില്ല, നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായോ, ഓക്കെ നമുക്കതിനെ തരണം ചെയ്യാം. തോൽവി ഉണ്ടാവുന്നതിനെ വെൽക്കം ചെയ്യാൻ നമ്മൾ ആരും പഠിപ്പിക്കുന്നില്ല. കാരണം നമുക്ക് എല്ലാവരും ഹയർ മാർക്കിൽ മതി, അല്ലെ, എല്ലാത്തിലും ഹൈ പൊസിഷനിൽ നിൽക്കുന്നവർ എന്നുള്ളത്. തോൽവി എടുക്കാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ഇന്നത്തെ പേരൻസ് അതിനുള്ള അവസരം കൊടുക്കുന്നില്ല എന്നാണ്. ഒറ്റയ്ക്ക് അവരെ വിടുന്നില്ല. ഒരു കാര്യം ഫിയർ ഓഫ് ഫെയിലിയർ. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്ന ഈ ഒരു അക്യൂട്ട് സ്ട്രെസ് റിയാക്ഷൻ എന്ന് നമ്മളിങ്ങനെ ഈ ഒരു ചർച്ചയിൽ ഉൾപ്പെടുത്തിയത് ഒത്തിരിയേറെ പ്രയോജനപ്പെട്ടു എന്ന് തന്നെ എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെയുള്ളൊരു സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാം. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മളിവിടെ പേടിച്ച് ഭയന്ന് ഫ്രീസായി പോകേണ്ട ആവശ്യമില്ല. അതിനെ തരണം ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും എന്നൊരു ട്രസ്റ്റ് നമ്മുടെ മനസ്സിൽ തന്നെ, നമ്മുടെ ഒരു കോൺഷ്യസ് മനസ്സിലേക്ക് തന്നെ ഇട്ടുകൊടുക്കാനുള്ള ഒരു പ്രവണത, അല്ലെങ്കിൽ അതിനുള്ളൊരു പ്രാക്ടീസിങ് നമ്മൾ കുഞ്ഞിലേ തന്നെ വളർത്തിയെടുക്കാനായിട്ട് ഇന്നത്തെ ജനറേഷനിൽ ഇല്ലാത്തൊരു കാര്യമാണ്. എല്ലാം പാരന്റ്സ് ചെയ്തു കൊടുക്കുക. കുട്ടികളെ ഒന്നിനും ഒരു കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യങ്ങൾ അവർക്ക് ഉണ്ടാവുന്നില്ല. അതിൻ്റെ ഒരു പ്രശ്നം അവർ പിന്നീട് അനുഭവിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്ററിനും അതുപോലെ ടിൻഡു സോണി മാമിനും
ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഒരു പുതിയ വിഷയവുമായി അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം നമുക്ക് കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടെ എല്ലാവർക്കും പ്രാർത്ഥനയോടെ ഒരിക്കൽ കൂടി നന്ദി പറയുന്നു.